മയ്യിസ് മിനൽ ആതിയ തസ്രീഹാത്ത് സ്വഹീഹ വൽ ഖാത്തിയ അല്ലേ. ഇവിടെ ചില തസ്രീഹാത്തുകൾ നമ്മുടെ സിർറുൻ നജാഹ് എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. ചില തസ്രീഹാത്തുകൾ അല്ലെ, ചില സാധനങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. ചില മോട്ടിവേഷൻസുകളാണോ ചില ഡിമോട്ടിവേഷൻസുകളാണോ നമുക്ക് നോക്കാം എന്താ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതാ തെറ്റായത് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ. നോക്കിയേ, ലിക്കുല്ലി ഇൻസാനിൻ മഖ്ദൂറാത്തിൻ മുതമയ്യിസത്തിൻ, എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകും അല്ലേ. അതെന്തിനാ വരിക? ഒന്നാമത്തെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, ഇവിടെ 1, 2, 3 നമ്പർ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ 1 ഇതിൽ വരും. ഓക്കെ ആണല്ലോ. സ്വഹീഹായ ഏതാണ് അഭിപ്രായ തസ്രീഹാത്തല്ലേ അത് അല്ലേ. പിന്നെയോ അസ്സആദത്തു, വിജയം എന്ന് പറയുന്നത് മാ യുസ്തറാബിൽ മാൽ, പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. അതെന്തിലാവിടുക? ഇതിലാവിടുക അല്ലെ. കാരണം വിജയം എന്ന് വെച്ചാൽ പൈസ കൊടുത്ത് വാങ്ങുന്നതാണോ? അല്ല. അസ്സആദത്തു ലൈസ മാ യുസ്തറാബിൽ മാൽ, പണം കൊടുത്ത് വാങ്ങുന്ന ഒന്നല്ല അല്ലെ. ലൈസത്ത് മാ യുസ്തറാബിൽ മാൽ അല്ലെ. പിന്നെയോ അടുത്ത് അസിക്കത്ത് ബിൻ നഫ്സ് അംറുൻ ളറൂറിയുൻ അല്ലെ. സിക്കത്ത് ബിൻ നഫ്സ്, സിക്കത്ത് ബിൻ നഫ്സ് എന്താ പറഞ്ഞേ? സിക്കത്ത് ബിൻ നഫ്സ് എന്താ? സിക്കത്ത് ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അല്ലെ. കോൺഫിഡൻസ് അല്ലെ. സിക്കത്ത് ബിൻ നഫ്സ് പറഞ്ഞാൽ കോൺഫിഡൻസ്. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പൊ സിക്കത്ത് ബിൻ നഫ്സ് എന്താണ്? അംറുൻ ളറൂറിയൻ, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ശരിയാണല്ലോ അല്ലെ. അപ്പൊ ഒന്നാമത്തതും ഇതില്, മൂന്നാമത്തതും ഇതില് 2 അല്ലെ. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്ത നോക്കാലോ. ഇഖ്തരി സ്വഹീഹ മിനൽ ഹിലാലൈൻ അല്ലെ. താഴെ 2 ചോദ്യങ്ങളുണ്ട്. ആ 2 ചോദ്യങ്ങളിൽ ബ്രാക്കറ്റ് നമ്മൾ ശരിയായ ഉത്തരം എടുത്തതാണ് വേണ്ടത് അല്ലെ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. കാനൽ വലതു അല്ലെ. കാനൽ വലതു, കുട്ടിയായിരുന്നു. കുട്ടി എന്തായിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാന സ്വാറ പിന്നെ ബാത്ത അസ്ബഹ അല്ലെ. നമ്മുടെ പാഠഭാഗത്ത് പഠിച്ചതാണ് കാന സ്വാറ ബാത്ത അസ്ബഹ. ഈ 4 വാക്കുകൾ വന്നാലും അതിനുശേഷം വരുന്ന ഫസ്റ്റ് വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്തായിരിക്കും? ലമ്മും. രണ്ടാമത്തെ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹുമായിരിക്കും അല്ലെ. അതോടെ നോക്കണേ. ഫസ്റ്റ് വാക്കിന്റെ അവസാനത്തുള്ളതിന് ലമ്മ് അല്ലെ. രണ്ടാമത്തെ വാക്കിന്റെ അവസാനത്തിലോ ഫതഹ് അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കാനൽ വലതു, കുട്ടിയായിരുന്നു. അപ്പൊ ഫതഹുള്ള ഏതോ നമുക്ക് ഇവിടെ വേണ്ട. ഏതായിരുന്നു? ജാലിസൻ അല്ലെ. ജാലിസൻ എന്തായിരുന്നു? ജാലിസൻ, ഇരിക്കുന്നവൻ ആയിരുന്നു അല്ലെ. ഇവിടെയും ഫതഹുള്ളതുണ്ട്. പക്ഷെ ഇവിടെ താ ഉണ്ടല്ലോ. പക്ഷെ താ ഉള്ളത് നമ്മൾ ആയിരിക്കാണ്? പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുക. ഇവിടെ വലത് എന്നാൽ ആൺകുട്ടിയാണ് അല്ലെ. അപ്പൊ വലത് പറഞ്ഞാൽ ആൺകുട്ടിയാണ്. അപ്പൊ നമുക്ക് എന്ത് വേണ്ട? ഈ പെണ്ണിന്റെ താഴുള്ളത് വേണ്ട. ഇത് വേണോ? വേണ്ട അല്ലെ. നമുക്ക് എന്താ വേണ്ടേ? ജാലിസൻ അല്ലെ. അതാണ് ശരിയായത്. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്തത് എന്താ? സ്വാറ, ആയിത്തീർന്നു. എന്തോ ആയിത്തീർന്നു. എന്തായിരുന്നു? ഹാറൻ, ചൂടുള്ളതായിത്തീർന്നു അല്ലെ. എന്തായിരിക്കും? കുട്ടിയാണോ ചൂടുള്ളതായി തീരുക? ആൺകുട്ടിയാണോ? അല്ല. ഇനി എന്താ? ഇനി നമുക്ക് ഇവിടെ ഉണ്ട് അൽ ജവ്വ എന്നുണ്ട്, അൽ ജവ്വു എന്നുണ്ട്. അതിൽ ഏതാ വേണ്ടത്? പറഞ്ഞേ, ഏതാ വരിക? ജവ്വ എന്നാണോ? അല്ല. കാരണം ജവ്വ എന്ന് പറയുമ്പോ ഫതഹാണ് അവസാനം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വാറയ്ക്ക് ശേഷവും വരുന്ന ആദ്യത്തെ വാക്കിന്റെ അവസാനം എന്താ വേണ്ടേ? ലമ്മാണ് വേണ്ടത് അല്ലെ. അപ്പൊ ജവ്വു എന്നുള്ളതാണ് ശരിയായത്. ഓക്കെ അല്ലേ. അപ്പൊ സ്വാറൽ ജവ്വു ഹാറൻ. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം കണ്ടില്ലേ ബോക്സിൽ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ജംഉം മുഫ്രദും എഴുതാനുള്ള ഒരു ചോദ്യം അല്ലെ. എന്തൊക്കെയാണ് ജംഉം മുഫ്രദും ഉള്ളത് നോക്കിയേ. ആദ്യം മേലെ 2 ഉദാഹരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണത്? ഒന്ന് ലാഇബ്, അതിന്റെ ജംആയ ലാഇബൂന എന്നുള്ളത് അല്ലെ. കണ്ടില്ലേ? ലാഇബ് അതിന്റെ ജംആയ ലാഇബൂന, ലാഇബ് ലാഇബൂന അല്ലെ. പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഖിദ്മത്ത് എന്നുള്ള ജംഅ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഖിദ്മത്ത് എന്നുള്ള മുഫ്രദ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ജംആയിട്ട് ഖിദ്മാത്ത് എന്നുള്ളൊരു എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ജംഉം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ എഴുതേണ്ടത് കാത്തിബിന്റെ ജംഅ എഴുതണം, ത്വയ്യിബാത്തിന്റെ മുഫ്രദ് എഴുതണം അല്ലെ. എന്തൊക്കെ എഴുതേണ്ടത്? കാത്തിബിന്റെ ജംഅ എഴുതണം, ത്വയ്യിബാത്തിന്റെ മുഫ്രദ് എഴുതണം, ജാലിസൂന എന്നുള്ളതിന്റെ എന്ത് എഴുതണം? മുഫ്രദ് എഴുതണം അല്ലെ. പിന്നെയോ മുഅല്ലിമത്ത് എന്നുള്ളതിന്റെ ജംഉം എഴുതണം അല്ലെ. നോക്കിയേ എന്തൊക്കെയാ ഉണ്ടാവുക? കാത്തിബുൻ എന്ന് പറഞ്ഞാല് ഒരു എഴുത്തുകാരൻ. അപ്പൊ ഒരുപാട് എഴുത്തുകാർക്ക് എന്താ പറയാ? കാത്തിബൂന അല്ലെ. കാത്തിബുന്റെ ജംഅ കാത്തിബൂന. നോക്കണേ, കാത്തിബിന്റെ ജംഅ കാത്തിബൂന. ഓക്കെ അല്ലേ. ഓക്കെ. രണ്ടാമത്തെ നോക്കിയേ ത്വയ്യിബാത്ത് അല്ലെ. ഇനി നമുക്ക് ത്വയ്യിബാത്തിന്റെ മുഫ്രദാണ് കിട്ടേണ്ടത്. ത്വയ്യിബാത്തിന്റെ മുഫ്രദാണ് കിട്ടേണ്ടത്. നോക്കിയണേ,
ത്വയ്യിബത്തിന്റെ മുഫ്രദ് എന്താ? ത്വയ്യിബത്തുൻ. ത്വയ്യിബത്തുൻ അല്ലേ? ത്വയ്യിബത്തിന്റെ ജംആണ് ത്വയ്യിബാത്ത്. അപ്പൊ നോക്കണേ, കാത്തിബുൻ കാത്തിബൂന, ത്വയ്യിബത്തുൻ ത്വയ്യിബാത്തുൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് എന്താ വരിക? ജാലിസുൻ അല്ലേ? അടുത്തത് ജാലിസുൻ. ജാലിസുൻ എന്നുള്ളതിന്റെ മുഫ്രദ ജംആണ് ജാലിസൂന. അപ്പൊ ജാലിസുൻ എന്നുള്ളതിന്റെ ജംആണ് ജാലിസുൻ ജാലിസൂന. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത മുഅല്ലിമത്തുൻ. മുഅല്ലിമത്തുൻ മുഅല്ലിമത്തുൻ പറഞ്ഞേ മുഅല്ലിമത്തിന്റെ എന്താ വരിക? മുഅല്ലിമാത്തുൻ അല്ലേ? മുഅല്ലിമത്തുൻ മുഅല്ലിമാത്ത് അല്ലേ? സോറി, മുഅല്ലിമത്തുൻ എന്നുള്ളത് എവിടെ? മുഫ്രദ് അല്ലേ? മുഅല്ലിമാത്ത് ജംഅ്. ഓക്കെ അല്ലേ? ഓക്കെ. പറഞ്ഞ എന്തൊക്കെയാണ് വന്നത്? ലാഇബുൻ അല്ലേ? നമ്മുടെ എക്സാമിന് ചോദിച്ച ചോദ്യം അല്ലേ? അപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ലാഇബുൻ ലാഇബൂന അല്ലേ? പിന്നെയോ ഖിദ്മത്തുൻ ഖിദ്മാത്തുൻ അല്ലേ? പിന്നെയോ കാത്തിബുൻ കാത്തിബൂന, ത്വയ്യിബത്തുൻ ത്വയ്യിബാത്തുൻ, ജാലിസുൻ ജാലിസൂന, മുഅല്ലിമത്തുൻ മുഅല്ലിമാത്തുൻ അല്ലേ? ഓക്കെ അല്ലേ?